എസെക്കിയേൽ 48 അധ്യായം. ഗോത്രങ്ങളുടെ ഓഹരി. ഗോത്രങ്ങളുടെ പേരുകൾ ഇവയാണ്. വടക്കേ അതിർത്തിയിൽ ആരംഭിച്ച് കടൽ മുതൽ ഹെത്ലോൻ വഴി ഹമാത്തിൻ്റെ കവാടം വരെയും, ഹമാത്തിനു നേരെ ദമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഹസാർ ഏനോൻ വരെയും, കിഴക്കു പടിഞ്ഞാറ് വ്യാപിച്ചു കിടക്കുന്ന ദാൻ ആണ് ഒരു ഭാഗം. അതിനോട് ചേർന്ന് കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ ആഷേറിൻ്റെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് നഫ്താലിയുടേത്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ മനാസയുടെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് എഫ്രായിമിൻ്റെ അവകാശം. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ റൂബൻ്റെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ യൂദായുടെ ഓഹരി. വിശുദ്ധ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ 25,000 മുഴം വീതിയിലും ഒരു ഗോത്രത്തിൻ്റെ ഓഹരിയുടേതിന് തുല്യമായ നീളത്തിലും കിഴക്കു പടിഞ്ഞാറായി നിങ്ങൾ നീക്കിവയ്ക്കുന്ന ഒരു ഭാഗം. അതിന് മധ്യയായിരിക്കും വിശുദ്ധ മന്ദിരം. കർത്താവിന് വേണ്ടി നിങ്ങൾ മാറ്റിവയ്ക്കുന്ന സ്ഥലത്തിൻ്റെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവും ആയിരിക്കണം. വിശുദ്ധ ഓഹരിയായി നീക്കിവയ്ക്കേണ്ടത് ഇവയാണ്: വടക്ക് 25,000 മുഴം നീളവും പടിഞ്ഞാറ് 10,000 മുഴം വീതിയും, കിഴക്ക് 10,000 മുഴം വീതിയും തെക്ക് 25,000 മുഴം നീളവുമുള്ള ഒരു ഭാഗം പുരോഹിതന്മാർക്കായി നീക്കിവയ്ക്കണം. അതിൻ്റെ മധ്യത്തിലായിരിക്കണം കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം. ഇസ്രായേൽ വംശവും ലേവ്യരും വഴിതെറ്റിയപ്പോൾ അവരോടൊപ്പം മാർഗഭ്രംശം സംഭവിക്കാതെ എൻ്റെ ആലയത്തിൻ്റെ ചുമതല വഹിച്ച അഭിഷിക്ത പുരോഹിതരായ സാദോക്കിൻ്റെ പുത്രന്മാർക്കുള്ളതാണിത്. ലേവ്യരുടെ അതിർത്തിയോട് ചേർന്ന് വിശുദ്ധ ഓഹരിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത അതിവിശുദ്ധമായ ഓഹരിയാണ് അവരുടേത്. പുരോഹിതന്മാരുടേതിനോട് ചേർന്ന് 25,000 മുഴം നീളത്തിലും 10,000 മുഴം വീതിയിലും ഒരു ഓഹരി ലേവ്യർക്ക് ഉണ്ടായിരിക്കണം. ആകെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവും. അവർ അത് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ അരുത്. ദേശത്തിൻ്റെ ഈ വിശിഷ്ട ഭാഗം അവർ അന്യാധീനപ്പെടുത്തി കളയരുത്. എന്തെന്നാൽ അത് കർത്താവിന് വിശുദ്ധമാണ്. ശേഷിച്ച 5,000 മുഴം വീതിയും 25,000 മുഴം നീളവുമുള്ള ഭാഗം പട്ടണത്തിലെ സാധാരണ ആവശ്യത്തിനും താമസത്തിനും പ്രാന്തപ്രദേശത്തിനും വേണ്ടിയാണ്. നഗരം അതിൻ്റെ മധ്യത്തിലായിരിക്കണം. അതിൻ്റെ അളവുകൾ ഇതായിരിക്കണം: വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും 250 മുഴം വീതം. വിശുദ്ധ ഓഹരിയുടെ അരികു ചേർന്ന് മിച്ചമുള്ളത് കിഴക്കും പടിഞ്ഞാറും 10,000 മുഴം വീതമായിരിക്കണം. അവിടുത്തെ ഉൽപ്പന്നങ്ങൾ നഗരത്തിലെ ജോലിക്കാർക്ക് ഭക്ഷണത്തിനുള്ളതാണ്. ഇസ്രായേലിലെ എല്ലാ ഗോത്രത്തിലും പെട്ട നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം. നിങ്ങൾ നീക്കിവയ്ക്കുന്ന മുഴുവൻ ഭാഗവും വിശുദ്ധ ഓഹരിയും നഗരസ്വത്തും കൂടി 25,000 മുഴത്തിൽ സമചതുരമായിരിക്കണം. വിശുദ്ധ ഓഹരിക്കും നഗരസ്വത്തിനും ഇരുവശത്തും ശേഷിക്കുന്ന ഭാഗം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയുടെ 25,000 മുഴം സ്ഥലത്തുനിന്ന് കിഴക്കേ അതിരുവരെയും പടിഞ്ഞാറേ അതിരുവരെയും ഗോത്രങ്ങളുടെ ഓഹരികൾക്ക് സമാന്തരമായി വ്യാപിച്ചു കിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും അതിൻ്റെ നടുക്കായിരിക്കും. നഗരത്തിൻ്റെയും ലേവ്യരുടെയും സ്വത്തുക്കൾ രാജാവിൻ്റെ ഓഹരിയുടെ മധ്യത്തിലായിരിക്കണം. രാജാവിൻ്റെ ഓഹരി യൂദായുടെയും ബെഞ്ചമിൻ്റെയും അതിരുകൾക്കിടയിലും. മറ്റ് ഗോത്രങ്ങളുടെ ഓഹരി. ബാക്കിയുള്ള ഗോത്രങ്ങളുടെ ഓഹരി: കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ബെഞ്ചമിൻ്റെ ഭാഗം. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് ശിമയോൻ്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇസാഖറിൻ്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ സെബുലൂൻ്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഗാദിൻ്റെ ഓഹരി. ഗാദിൻ്റെ അതിരിനോട് ചേർന്ന് തെക്കോട്ട് താമാർ മുതൽ മെറിബത്കാദഷ് ജലാശയം വരെയും
അവിടെ നിന്ന് ഈജിപ്ത് തോട് വഴി മഹാസമുദ്രം വരെയുമാണ് തെക്കേ അതിർത്തി. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ പൈതൃകാവകാശമായി നിങ്ങൾ വിഭജിച്ചെടുക്കേണ്ട ദേശമിതാണ്. ഇവയാണ് അവരുടെ ഓഹരികൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ജെറുസലേം കവാടങ്ങൾ. പട്ടണത്തിൻ്റെ പുറത്തേക്കുള്ള കവാടങ്ങൾ. 4500 മുഴം നീളമുള്ള വടക്കുവശത്ത് 3 കവാടങ്ങൾ. റൂബൻ്റെയും യൂദായുടെയും ലേവിയുടെയും ഓരോന്ന്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരിലാണ് കവാടങ്ങൾ അറിയപ്പെടുക. 4500 മുഴം നീളമുള്ള കിഴക്കുവശത്ത് 3 കവാടങ്ങൾ. ജോസഫിൻ്റെയും ബെഞ്ചമിൻ്റെയും ദാനിൻ്റെയും. 4500 മുഴം നീളമുള്ള തെക്കുവശത്ത് 3 കവാടങ്ങൾ. ശിമയോൻ്റെയും ഇസാഖറിൻ്റെയും സെബുലൂൻ്റെയും. 4500 മുഴം നീളമുള്ള പടിഞ്ഞാറ് വശത്ത് 3 കവാടങ്ങൾ. ഗാദിൻ്റെയും ആഷേറിൻ്റെയും നഫ്താലിയുടെയും. നഗരത്തിൻ്റെ ചുറ്റളവ് 18,000 മുഴമായിരിക്കണം. ഇനിമേൽ നഗരത്തിൻ്റെ പേര് യാഹ്വേ ഷാമ എന്നായിരിക്കും. കർത്താവിൻ്റെ വചനം.